രാഹുൽ ഗാന്ധിയെ പേടിയില്ല എന്നാണ് ബി.ജെ.പി നിരന്തരം പറയുന്നത്. നമ്മൾ വോട്ട് ചോരി ആ ഒരു ബീഹാറിൽ നടന്ന സമയത്ത് നമ്മൾ കണ്ടതാണ്. പല രീതിക്ക് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ബി.ജെ.പി മുന്നോട്ട് വന്നു. ഇന്നലെ അതിന്റെ ബാക്കിയൊന്നോണം ഒരു പത്രസമ്മേളനം കൂടി രാഹുൽ ഗാന്ധി വിളിച്ചിരുന്നു. അതിനുശേഷം രാഹുൽ ഗാന്ധി എക്സില് യുവാക്കളെ, വിദ്യാർത്ഥികളെ, പിന്നെ ജെൻസി വിഭാഗത്തെ കൂടി ഉൾപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ അവരെ അഭിസംബോധന ചെയ്തൊരു എക്സിലൊരു പോസ്റ്റ് ഇട്ടു. അതിപ്പോൾ ഒരു വലിയ വിവാദമാക്കി ബി.ജെ.പി മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ ഇവരെത്രത്തോളം ഭയന്നില്ല എന്ന് പറയുമ്പോഴും ഇവരുടെ ഈ ഒരു പ്രവൃത്തികൾ നമുക്ക് മനസ്സിലാകുന്നത് രാഹുലിനെ പേടിച്ചു തുടങ്ങിയെന്നല്ലേ ഇവര്. അതാണ് രാഹുൽ ഗാന്ധിയുടെ നീക്കങ്ങളെയൊക്കെ തന്നെ ബി.ജെ.പി ഇപ്പോൾ വളരെ എന്താ പറയുക ശ്രദ്ധയോടുകൂടിയാണ് വീക്ഷിക്കുന്നത്. അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? പണ്ട് അദ്ദേഹത്തെ പപ്പു എന്നൊക്കെ പറഞ്ഞ് പക്വതയില്ലാത്ത രാഷ്ട്രീയക്കാരനാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയും അധിക്ഷേപിച്ചുമൊക്കെ ഇട്ടിരുന്ന ഒരു രാഷ്ട്രീയ നേതാവായിരുന്നെങ്കിൽ ഇന്ന് അങ്ങനെയല്ല. ബി.ജെ.പി ഒരുപക്ഷെ ഏറ്റവും അധികം ഗൗരവത്തോടുകൂടി ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുന്ന ഓരോ ചലനങ്ങളും വീക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം രാഹുൽ ഗാന്ധിയാണ്. കാരണം ഓരോ ദിനവും രാഹുൽ ഗാന്ധി ഉയർത്തുന്ന ആരോപണങ്ങൾ, ഉയർത്തുന്ന വിഷയങ്ങൾ, ആരോപണങ്ങളല്ല ഉയർത്തുന്ന തെളിവുകൾ സഹിതം ഉയർത്തുന്ന വിഷയങ്ങൾ, അത് ബി.ജെ.പിക്ക് ഉണ്ടാക്കുന്ന ആഘാതം ചെറുതല്ല. അത് നമ്മളിപ്പോൾ കഴിഞ്ഞ എന്താ പറയുക ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ വോട്ട് മോഷണം, വോട്ട് ചോരി എന്ന് പറയുന്ന വിഷയം, അതിൽ ബി.ജെ.പിയെയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനം, അതിന്റെ തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കിയത്. വെറുതെ ഒരു ആരോപണം, വേഗമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ച് പോവുകയല്ല. ഒരു സാധാരണ ഒരു രാഷ്ട്രീയക്കാരൻ ചെയ്യുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ച് വെറുതെ പോവുകയല്ല ചെയ്തത്. മറിച്ച് താൻ ഉന്നയിക്കുന്ന വിഷയം അല്ലെങ്കിൽ ഒരു ആരോപണത്തെ സാധൂകരിക്കുന്ന ഉപോത്ബലകമായ നിരവധി തെളിവുകൾ അത് പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെ അദ്ദേഹം അത് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടി. ഒപ്പം തന്നെ അതിൻ്റെ ഇരകളായിട്ടുള്ളവരെയൊക്കെ തന്നെ അവിടെ പ്രസന്റ് ചെയ്ത് എങ്ങനെയാണ് ഈ വോട്ട് മോഷണം നടക്കുന്നത്, താൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എത്രത്തോളം വാസ്തവമാണ് എന്ന് ജനങ്ങളെയും അവിടെ ഒരു വലിയ സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇന്നലെയും നേരത്തെയും വാർത്താ സമ്മേളനങ്ങൾ നടത്തിയത്. ഏതാണ്ട് 2 മണിക്കൂറോളം നീളുന്നതായിരുന്നു വാർത്താ സമ്മേളനങ്ങൾ. അങ്ങനെ അത് അവതരിപ്പിച്ച ശേഷം ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ട് മാധ്യമപ്രവർത്തകരുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഇപ്പോൾ കോൺഗ്രസിനെ അനുകൂലിക്കുന്ന മാധ്യമങ്ങൾ വളരെ ചുരുക്കമാണ് ദേശീയ തലത്തിൽ. എല്ലാവരും ഗോദി മീഡിയ എന്ന് പറയുന്ന ഒരു സംവിധാനമാണല്ലോ. മോദി അല്ലെങ്കിൽ വലിയ മോദി പിന്തുണയ്ക്കുന്ന കോർപ്പറേറ്റുകളൊക്കെ തന്നെ വിലയ്ക്ക് വാങ്ങിയ മാധ്യമങ്ങളാണ് ദേശീയ തലത്തിൽ തന്നെ പ്രവർത്തിക്കുന്നത്. അവരൊക്കെ തന്നെ സ്വാഭാവികമായിട്ടും ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധിയെ കഴുകൻ കണ്ണുകളോടെ നോക്കി അദ്ദേഹത്തെ കടിച്ചു കയറാവുന്ന തരത്തിലുള്ള ചോദ്യങ്ങളുമായിട്ടാണ് നേരിടുക. അപ്പോൾ ചോദ്യങ്ങളെല്ലാം കേട്ട് അതിനെല്ലാം വ്യക്തമായ രീതിയിൽ മറുപടി വളരെ സമാധാനത്തോടു കൂടി പറഞ്ഞാണ് അദ്ദേഹം വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. അന്ന് ഈ പറയുന്ന പോലെ ബി.ജെ.പിയെയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ചേർന്നുകൊണ്ട് ഒരു വോട്ട് മോഷണം നടത്തുന്നു എന്ന വളരെ ഗൗരവതരമായ ആരോപണം ഉന്നയിച്ചു. അതിന് മറുപടി പറയാനായിട്ട് സത്യത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ആദ്യം മറുപടി പറയേണ്ടത്. അതിന് പകരം ആദ്യം തന്നെ അതിന് ചാടി ഇറങ്ങിയത് ബി.ജെ.പി ആണ്. ബി.ജെ.പി അങ്ങനെ വലിയ പ്രതിക്കൂട്ടില്ല, ഇവർ വെട്ടിലാവുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അതേസമയം യഥാർത്ഥ പ്രതികളായ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇതുവരെയും ഏതാണ്ട് 1 മാസത്തിലധികമായി ആ ആദ്യത്തെ ആരോപണം ഉന്നയിച്ചിട്ട് ഇതുവരെയും അതിന് തൃപ്തികരമായ മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ല. അത് അവര് ഇതുപോലെ വാർത്താ സമ്മേളനം വിളിച്ചു കേട്ടോ, അതായിട്ട് 1.5 മണിക്കൂറുള്ള ഒരു വാർത്താ സമ്മേളനം വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി. പക്ഷേ അവർ വലിയ രീതിയിൽ അത് വെട്ടിലാവുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മാധ്യമങ്ങളുടെ ചോദ്യത്തിനൊന്നും തന്നെ അവർ മറുപടി പറഞ്ഞില്ല. തങ്ങൾക്ക് എന്തെങ്കിലും അനുകൂലമായിട്ട് ആരെങ്കിലും ചോദിച്ചാൽ അത് മാത്രം എടുത്തുകൊണ്ട് എന്തെങ്കിലുമൊക്കെ മറുപടി പറഞ്ഞു. രാഹുൽ ഗാന്ധി അന്ന് ഉന്നയിച്ച തീർത്തും പരാജയമായിട്ടുള്ള ഒരു വാർത്താ സമ്മേളനമായിരുന്നു. ജ്ഞാനേഷ് കുമാർ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, അദ്ദേഹത്തെ തുറന്നു കാട്ടുന്ന ഒരു വാർത്താ സമ്മേളനമായിരുന്നു അത്. അദ്ദേഹത്തെയാണ് രാഹുൽ ഗാന്ധി ഉന്നം വെച്ചത്. അദ്ദേഹത്തിനെതിരെയാണ് ഗൗരവതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത്. അദ്ദേഹം ഇതിനൊക്കെ തന്നെ കൂട്ടു നിൽക്കുന്നു. ഈ എന്താ പറയുക ജനാധിപത്യത്തെ തച്ചുടയ്ക്കാൻ അല്ലെങ്കിൽ വോട്ട് മോഷണം നടത്താനൊക്കെ തന്നെ അത്തരം സംവിധാനങ്ങളെ അദ്ദേഹം പിന്തുണയ്ക്കുകയാണെന്ന ആരോപണമാണ് രാഹുൽ ഗാന്ധി അന്ന് ഉന്നയിച്ചത്. പക്ഷേ അത് ഏതെങ്കിലും തരത്തിൽ ആരോപണങ്ങൾ തെറ്റാണ്, തനിക്കെതിരായ ആരോപണങ്ങൾ കളവാണെന്ന് സമർത്ഥിക്കാൻ, തെളിവുകൾ നിരത്തി സമർത്ഥിക്കാൻ ഈ പറയുന്ന ജ്ഞാനേഷ് കുമാറിന് സാധിച്ചില്ല. അതിനെ തുടർച്ചയെന്നോണമാണ് ഇന്നലെ വീണ്ടും ഒരു വാർത്താ സമ്മേളനം രാഹുൽ ഗാന്ധി നടത്തുകയും അതിന്റെ മറ്റൊരു വശമാണ് അദ്ദേഹം തുറന്നു കാട്ടിയത്. അന്ന് വോട്ട് മോഷണമാണ് പ്രധാനപ്പെട്ട ഒരു വിഷയമെങ്കിൽ ഇന്നലെ ആ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ എങ്ങനെ വോട്ട് ഡിലീറ്റ് ചെയ്യപ്പെടുന്നു, ഒരു വോട്ടർ പട്ടികയിൽ നിന്നും ആളുകളെ പുറത്തൊരു സംവിധാനം വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുന്നത് എന്നത് അതിൻ്റെ ഇരകൾ ഉൾപ്പെടെയുള്ളവരെ കൊണ്ടുവന്നുകൊണ്ടാണ്, തെളിവായിട്ട് കൊണ്ടുവന്ന് അവരുടെ സാന്നിധ്യത്തിലാണ് ഈ മാധ്യമങ്ങളുടെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. ഒരു മണ്ഡലത്തിലെ 2 മണ്ഡലങ്ങളിലെ കാര്യങ്ങൾ എടുത്തുകൊണ്ട് അത് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുകയും ചെയ്തു. പറയുന്ന പോലെ ഇന്നലെയും അദ്ദേഹം ഈ ജ്ഞാനേഷ് കുമാറിനെതിരായ ആരോപണങ്ങൾ ആവർത്തിക്കുകയാണ് ചെയ്തത്. താൻ വെറുതെ പറയുന്നതല്ല, 101% സത്യമാണ് താൻ പറയുന്നത്. അതിന് തെളിവുകൾ തൻ്റെ കയ്യിലുണ്ട്. ജ്ഞാനേഷ് കുമാർ ഇത്തരത്തിൽ ജനാധിപത്യത്തെയും ഒക്കെ തന്നെ തകർക്കുകയാണ്. അദ്ദേഹം
അതുകൊണ്ട് ഈ വോട്ട് മോഷണം താൻ വെളിച്ചത്ത് കൊണ്ടുവരും എന്നാണ് ഇന്നലെയും അദ്ദേഹം പറഞ്ഞത്. അതിനും ഏതാണ്ടൊക്കെ മറുപടി വലിയ അവിടെ ഇവിടെയും ഒക്കെ തൊടാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയെന്നല്ലാതെ അതിനെ പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ രാഹുൽ ഗാന്ധി പറഞ്ഞതിനെ खंडिക്കാനായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇനിയും സാധിക്കുന്നില്ല. അപ്പോൾ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് ജനങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നത്. നമുക്കറിയാമല്ലോ, നേരത്തെ ആദ്യ വാർത്താ സമ്മേളനത്തിന് ശേഷം രാഹുൽ ഗാന്ധി ജനങ്ങൾ ഏറ്റെടുക്കുന്ന, പ്രത്യേകിച്ചും ഈ ഇന്ത്യയിലെ യുവജനങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. വിദ്യാർത്ഥികളും യുവജനങ്ങളും അടങ്ങുന്ന ഈ പറയുന്ന ജെൻസി എന്ന് പറയുന്ന ഒരു പ്രയോഗം, അത് 28 വയസ്സിൽ താഴെയുള്ള ഒരു ഉദ്ദേശം ജെൻസി എന്ന് പറയുന്ന ഒരു പ്രയോഗം. അപ്പോൾ അവരൊക്കെ തന്നെ ഏറ്റെടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അദ്ദേഹത്തിന്റെ ഇമേജ് വലിയ രീതിയിൽ ഉയരുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതുവരെ ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും എക്സിലാണെങ്കിലും ഒക്കെ നരേന്ദ്രമോദിയാണ് ഫോളോവേഴ്സിന്റെ കാര്യത്തിലാണെങ്കിലും, അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ അത് ഷെയർ ചെയ്യപ്പെടുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ അത് കാണുന്നവരുടെ ഒരു എണ്ണത്തിലും കാഴ്ചക്കാരുടെ ഒരു എണ്ണത്തിലാണെങ്കിലും, അല്ലെങ്കിൽ ലൈക്ക് ചെയ്യപ്പെടുന്ന എണ്ണത്തിലൊക്കെ ആണെങ്കിലും വലിയ രീതിയിലായിരുന്നു നരേന്ദ്രമോദിക്ക് ഒരു പിന്തുണ ഉണ്ടായിരുന്നത്. രാഹുൽ ഗാന്ധിക്ക് വളരെ തുച്ഛമായിരുന്നു. പക്ഷേ ഈ ഒരു വാർത്താ സമ്മേളനത്തിന് ശേഷം മോദിക്ക് എത്രത്തോളമാണോ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന ഒരു പിന്തുണ, അതിന്റെ ഏതാണ്ട് 10 ഇരട്ടിയിലധികമൊക്കെയാണ് രാഹുൽ ഗാന്ധിയെ ജനങ്ങൾ പിന്തുണയ്ക്കുന്നത്. അദ്ദേഹത്തിന്റെ ഓരോ വീഡിയോകളും കാണാനായിട്ട്, അദ്ദേഹം പറയുന്നത് എന്തെന്ന് കേൾക്കാനായിട്ട് അദ്ദേഹത്തിന് ശ്രോതാക്കൾ ഉണ്ടായിരിക്കുന്നു. രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, അദ്ദേഹം പറയുന്നത് ഗൗരവമുള്ള കാര്യമാണ്, ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ്. കാരണം അദ്ദേഹം പ്രധാനമായിട്ടും എപ്പോഴും ചൂണ്ടിക്കാട്ടുന്ന ഈ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. ഭരണഘടന തകർക്കാൻ ശ്രമിക്കുന്നു, ആ ഒരു ലൈനിലാണ് അദ്ദേഹം കാര്യങ്ങളെ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ശ്രദ്ധിക്കും അത്. കാരണം ഭരണഘടനയെ തകർക്കുക എന്ന് പറയുന്നത് രാജ്യത്തെ തകർക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഈ RSSന്റെയും സംഘപരിവാറിന്റെയും ഒക്കെ ഏറെ കാലമായിട്ടുള്ള ഒരു നീക്കമാണ് ഈ ഭരണഘടനയെ തകർക്കുക എന്നുള്ളത്. അപ്പോൾ അത് ഉയർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി ഓരോ കാര്യങ്ങൾ, അതിന്റെ ഒരു അടിസ്ഥാനമാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഏത് തരത്തിലാണ് ഈ പറയുന്ന BJPയും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒക്കെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് എന്നതിന്റെ തെളിവുകളൊക്കെ വരുമ്പോൾ ഈ ജനത, യുവാക്കളാണ് അതിൽ കൂടുതൽ താല്പര്യമുള്ളവർ. അവര് ഇങ്ങനെ രാഹുൽ ഗാന്ധി കേൾക്കാനും അദ്ദേഹം പറയുന്നത് കാണാനുമായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അതാണ് ഇന്നലെ അദ്ദേഹം ഈ വാർത്താ സമ്മേളനത്തിന് ശേഷം ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ, എക്സിലൊരു പോസ്റ്റ് ഇട്ടപ്പോൾ അദ്ദേഹം യുവാക്കളെ ഒപ്പം തന്നെ സ്റ്റുഡൻസിനെയും അതിനൊപ്പം തന്നെ അദ്ദേഹം അഭിസംബോധന ചെയ്ത ഒരു വിഭാഗമാണ് ജെൻസി എന്ന് പറയുന്നത്. ഇന്ത്യയിൽ അങ്ങനെ ജെൻസി എന്ന് പറയുന്ന അത്തരത്തിലൊരു കാര്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. എങ്കിൽ പോലും നമുക്കറിയാം, അടുത്തിടയിൽ നേപ്പാളിലൊക്കെ തന്നെ ജെൻസി പ്രക്ഷോഭത്തിലൂടെയാണ് അവിടുത്തെ ഭരണകൂടം അട്ടിമറിക്കപ്പെടുന്നതും ഒക്കെ തന്നെ. അപ്പോൾ ഇവിടെ ജെൻസി എന്ന് പറയുന്ന ഒരു പ്രയോഗം രാഹുൽ ഗാന്ധി നടത്തുമ്പോൾ അതിനകത്ത് BJP ഏതാണ്ട് പേടിക്കുകയാണ്. വേറെ എന്തൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അത്തരത്തിലുള്ള അരക്ഷിതാവസ്ഥ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സൃഷ്ടിക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ ശ്രമമാണ്, അട്ടിമറിക്കാനുള്ള നീക്കമാണെന്നൊക്കെയുള്ള പേടി അവർക്ക് വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തൊക്കെ അട്ടിമറിക്കപ്പെടാൻ ഞങ്ങൾക്ക് ഉണ്ട്, അല്ലെങ്കിൽ ജെൻസി എന്ന് പറയുന്നതിനെ അങ്ങനെ പേടിക്കേണ്ട ഒരു ആവശ്യം BJP സംബന്ധിച്ചില്ലല്ലോ. അദ്ദേഹം ഒരു പ്രയോഗം നടത്തിയത് ഇപ്പോൾ ലോകത്ത് ഉള്ള ഒരു പ്രതിഭാസമാണ്, ഒരു സംവിധാനമാണ്, ഒരു സംഭവമാണ് ജെൻസി എന്ന് പറയുന്നത്. 20 വയസ്സിൽ താഴെയുള്ളവരുടെ ഒരു എന്താ പറയുക കൂട്ടായ്മയോ അതിന്റെ ഒരു അവരുടെ ഒരു പ്രവർത്തനത്തെ ഒരു ഒരു പ്രത്യേക ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സ്വഭാവമില്ലാത്തൊരു പ്രവർത്തനമാണ് അവരുടേതൊക്കെ. അപ്പോൾ അതിനെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. ആ 28 വയസ്സിൽ താഴെയുള്ളവരെ അദ്ദേഹം അഭിസംബോധന ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അവരോടൊക്കെ ഒന്ന് പറഞ്ഞതാണ് അദ്ദേഹം. യുവാക്കളെയും പറയുന്നുണ്ട്, സ്റ്റുഡൻസിനെയും പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ജനാധിപത്യത്തെയും ഒക്കെ തന്നെ സംരക്ഷിക്കണം, അതുവഴി ഈ വോട്ട് മോഷണത്തെ തടയണമെന്നാണ് അദ്ദേഹം പറയുന്നത്, അവരോടൊക്കെ തന്നെ പറയുന്നത്. അതിനെ ഇങ്ങനെ BJP ഇത്ര പേടിക്കേണ്ട കാര്യം എന്തെന്ന ചോദ്യമാണ് ഉയരുന്നത്. അവര് ഈ പറയുന്നത് പോലെ ജെൻസി എന്ന് കേട്ടപ്പോൾ തന്നെ ഈ അട്ടിമറിയാവുക, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അട്ടിമറിക്കാനായിട്ട് രാഹുൽ ഗാന്ധി ആഹ്വാനം ചെയ്തു എന്നൊക്കെയുള്ള ചില വാദങ്ങളാണ് അവർ ഉയർത്തുന്നത്. അതെന്തായാലും അവരുടെ ഒരു പേടി, രാഹുൽ ഗാന്ധിയെ അവർ പേടിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇനി ഹൈഡ്രജൻ ബോംബ് പുറത്തേക്ക് വരുമ്പോൾ അതെ, അതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹൈഡ്രജൻ ബോംബ് അദ്ദേഹം നേരത്തെ പട്നയിൽ നടന്ന വോട്ടർ അധികാര യാത്രയുടെ സമാപന സമ്മേളനത്തിലാണ് അത്തരം ഒരു കാര്യം പറഞ്ഞത്. ഇന്നലെ അത് ഹൈഡ്രജൻ ബോംബാണ്, അത് നിറഞ്ഞ പടക്കമായി പോയി എന്നൊക്കെ പറഞ്ഞ് പലരും അതിനെ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രോളുന്നുണ്ട്. പക്ഷേ ഇന്നലെ അദ്ദേഹം വാർത്താ സമ്മേളനം തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു, ഇതൊരു ഹൈഡ്രജൻ ബോംബല്ല, അത് വരാനിരിക്കുന്നതേ ഉള്ളൂ, നിങ്ങൾ അത് വെയിറ്റ് ചെയ്താൽ മതി, അത് വരുന്നുണ്ട്, ഇത് അതിന് മുമ്പുള്ള ഒരു ട്രയൽ മാത്രമാണ്. അതായത് ഹൈഡ്രജൻ ബോംബ് എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് മോദിയുടെ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില അട്ടിമറികളാണ്. അത് അന്ന് അദ്ദേഹം പറഞ്ഞത് അത് പുറത്തു വന്നു കഴിഞ്ഞാൽ മോദിക്ക് തലയിൽ മുണ്ടിട്ടോടേണ്ടി വരുമെന്നാണ് പറഞ്ഞത്. അത് വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ മുന്നോട്ട് കണ്ടുകൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു ജനവികാരം എങ്ങനെയെങ്കിലും ആളിക്കത്തിക്കുക, അദ്ദേഹത്തെ ഞങ്ങളെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചില സിമ്പതിയൊക്കെ ഉണ്ടാകുമല്ലോ. അങ്ങനെയാണല്ലോ ഈ മോദി സിമ്പതിയൊക്കെ ഏറ്റുപിടിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ബീഹാറിലൊക്കെ നമ്മൾ കണ്ടതാണ്. ആരോ എന്തോ അനാവശ്യമായിട്ടുള്ള ഒരു പ്രയോഗം നടത്തിയപ്പോൾ അത് രാഹുൽ ഗാന്ധിയുടെ മണ്ടയ്ക്ക് കൊണ്ട് ചാരി വെച്ചിട്ട് കോൺഗ്രസിനെയും ഒക്കെ അധിക്ഷേപിക്കുന്ന, അവരെ കുറ്റപ്പെടുത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അവിടെ BJP തകർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാര യാത്രയ്ക്ക് ശേഷം BJPക്ക് അവിടെ
റൂൾ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു കച്ചിത്തുരുമ്പിൽ തിരിച്ചു പിടിക്കുക, ഒരു കച്ചിത്തുരുമ്പ് എങ്കിലും കിട്ടിയാൽ അതിൽ പിടിച്ചു കയറാമെന്നുള്ള ഒരു നീക്കമാണെന്ന് മോദി കരഞ്ഞുകൊണ്ടൊക്കെ തന്റെ അമ്മയെ കുറ്റപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജവഹർലാൽ നെഹ്റുവിനെ തൊട്ടുള്ള ഇന്ത്യയുടെ രാഷ്ട്രശില്പിയായിട്ടുള്ള നേതാക്കളെ ഇങ്ങോട്ട് ഗാന്ധി കുടുംബത്തെയും നെഹ്റു കുടുംബത്തെയും പറയുകയാണെങ്കിൽ എന്നും അദ്ദേഹം പ്രസംഗം നടത്തുമ്പോഴൊക്കെ ഒരു പ്രസംഗത്തിൽ ഒരു 10 തവണയെങ്കിലും തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശം നടത്തിയ വ്യക്തിയാണ് ഈ പറയുന്ന നരേന്ദ്രമോദി. അദ്ദേഹമാണ് പറയുന്നത് എന്നെ ഇതേ അധിക്ഷേപിക്കുന്നു, എൻ്റെ അമ്മയെ അധിക്ഷേപിക്കുന്നു. അപ്പോൾ തന്നെ രാജ്യത്തിന്റെ അധിക്ഷേപമായിട്ട് മാറി അദ്ദേഹം രാജ്യമാതാവിനെ അധിക്ഷേപിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കാര്യങ്ങളെയൊക്കെ വളച്ചൊടിക്കുന്ന ഒരു സമീപനം അദ്ദേഹം എല്ലാ തെരഞ്ഞെടുപ്പുകളിലും സ്വീകരിക്കുന്നതാണ്. അത്തരത്തിലുള്ള ചില മുതലക്കണ്ണീരൊക്കെ ഒഴുക്കിയാണ് അദ്ദേഹം പല തെരഞ്ഞെടുപ്പുകളിലും ഇങ്ങനെ ജനങ്ങളെ കയ്യിലെടുക്കാൻ നോക്കുന്നത്. അതിന്റെ മറ്റൊരു സമീപനമാണ് ഇപ്പോൾ ബീഹാറിലും കാണുന്നത്. അവിടെ നിന്നും ഇങ്ങോട്ട് വരുമ്പോൾ ഈ തനിക്കെതിരായിട്ടുള്ള ഒരു ആരോപണം പുറത്തു വരാനായിട്ടിരിക്കുന്നത് അതൊരു വലിയ ഹൈട്രൈൻ ബോംബ് തന്നെയാകുമെന്ന് അദ്ദേഹത്തിനും ഉറപ്പുണ്ട്. നമുക്കറിയാം ആ വാരണാസി മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചൊക്കെ നമ്മൾ ആ വോട്ടെണ്ണൽ ദിനത്തിൽ നമ്മൾ കണ്ടതാണ് കാഴ്ചകളൊക്കെ. അപ്പോൾ അതിൽ BJPക്ക് വലിയ അങ്കലാപ്പുണ്ട്. എന്താണ് രാഹുൽ ഗാന്ധി ഇനി മോദിക്കെതിരായിട്ട് പുറത്തുവിടാൻ പോകുന്നത്? കാരണം ഈ 2 സംഭവങ്ങളും കാര്യമുള്ളതാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് അടുത്ത ഒരു വെളിപ്പെടുത്തൽ രാഹുൽ ഗാന്ധി നടത്താൻ പോകുന്നത്. ഇതിന്റെ ഫലം അനുഭവിച്ച ഒരാളുടെ കാര്യത്തെക്കുറിച്ചാണ് രാഹുൽ ഗാന്ധി പറയാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്ത് എന്തെങ്കിലും കഴമ്പുണ്ടാകുമെന്ന് BJPക്ക് തന്നെ നല്ല നിശ്ചയമുണ്ട്. ആ പേടി അവരെ ബാധിച്ചിരിക്കുന്നു. അതിന്റെ ഫലമായിട്ടാണ് ഇന്നലത്തെ ഒരു കാര്യവുമില്ലാതെ രാഹുൽ ഗാന്ധിയുടെ ആ എക്സ് പോസ്റ്റിനെ അവരെ വിമർശിക്കുന്നത്.